ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് ഗാണ്ട് ചാർട്ട്. ഗാണ്ട് ചാർട്ട് പറഞ്ഞാൽ പ്രൊജക്ട് മാനേജ്മെന്റ് പർപ്പസിന് വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഗാണ്ട് ചാർട്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് സ്ക്രീനിൽ കാണാം ഓരോ പ്രോസസ്, ടാസ്ക്, പ്ലാനിങ്, റിസർച്ച്, ഡിസൈൻ, അതിനൊക്കെ നമ്മൾ എത്ര ദിവസം കിട്ടുന്നത് ചാർട്ടിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എക്സലിൽ നമുക്ക് ജസ്റ്റ് ഒരു വളരെ ടാസ്ക് ഉണ്ടാവും. പ്ലാനിങ്, നമുക്ക് പല ടാസ്ക് ഉണ്ടാവും. പ്ലാനിങ്, റിസർച്ച്, ഡിസൈൻ, എക്സിക്യൂഷൻ, ടെസ്റ്റിംഗ്, റിലീസ്. ഇതിന് നമുക്ക് ഓരോ ഡേറ്റ്സും കൊടുത്തിട്ടുണ്ടാവും. സ്റ്റാർട്ടിംഗ് ഡേറ്റ് അതാണ്, എൻഡിങ് ഡേറ്റ് അതാണ്. നമ്മൾ ഡേറ്റ് ആദ്യമേ പ്രീ പ്ലാൻ ചെയ്യും. അതിനെ ബേസ് ചെയ്ത് നമുക്ക് എത്ര ഡ്യൂറേഷൻ കിട്ടണം അവരുടെ ടേബിൾ ഉണ്ടാവും. ഈ ടേബിളിന്റെ ബേസ് ചെയ്താണ് ചാർട്ട് നമുക്ക് പ്രസന്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഈസി ആയിട്ട് ഒരാൾക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ, ചാർട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എത്ര സമയം എടുത്തു, ഓരോ ടാസ്കിനും എത്ര സമയം എടുത്തു, നമുക്ക് എവിടെയൊക്കെയാണ് ഇതിന്റെ ചേഞ്ചസ് വേണ്ടത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ അതിനായിട്ട് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നവിടെ സ്റ്റാർട്ടിംഗ് ഡേറ്റും അതുപോലെ തന്നെ എൻഡിങ് ഡേറ്റ് വെച്ചിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ പ്ലാനിങ് നമുക്ക് 1 നവംബർ ടു 5 നവംബർ വരെ, അതുപോലെ റിസർച്ചിന് 6 നവംബർ ടു 11 നവംബർ വരെ, ഡിസൈൻ ഇതുപോലെ തന്നെ നമ്മൾ 12 നവംബർ തൊട്ട്. ഇത് നമ്മളെല്ലാം നമുക്ക് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിരിക്കും. നമുക്ക് ടൈം, ഡേറ്റ് ഒക്കെ പ്രീ പ്ലാൻഡ് ആയിരിക്കും. അത് നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രൊജക്ട് മാനേജ്മെന്റ് അതുപോലെ എഞ്ചിനീയറിംഗ് പർപ്പസിനൊക്കെ ഒരു ടാസ്ക് കിട്ടി കഴിഞ്ഞാൽ ആ ടാസ്ക് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ടീം ലീഡർ ലെവലൊക്കെ ഈ ചാർട്ട് നമുക്ക് യൂസ് ചെയ്യാം. വളരെയധികം യൂസ്ഫുൾ ആണ്. ഇത് നമുക്ക് ടെസ്റ്റിംഗ് ഡേറ്റ് കിട്ടും. ടെസ്റ്റിംഗ് ഡേറ്റ് അതുപോലെ തന്നെ എൻഡിങ്, ടെസ്റ്റിംഗ് എൻഡിങ് ഡേറ്റ് ദാറ്റ് മീൻസ് 28, അതുപോലെ റിലീസ് ഡേറ്റ്, അതുപോലെ തന്നെ എൻ്റെ എൻഡിങ് ഡേറ്റ് അത് ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട ഡ്യൂറേഷൻ ആണ്. ദാറ്റ് മീൻസ് ഇതിന്റെ ബിറ്റ്വീൻ എത്ര ഡേയ്സ് ആണ് ഉള്ളത്, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നമ്മൾ എത്ര ഡേയ്സ് ഉണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഡ്യൂറേഷൻ വന്നിട്ട് ഒരു ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഫോർമുല റൈറ്റ് ചെയ്യുന്നത് ദാറ്റ് എൻഡ് ഡേറ്റ് മൈനസ് സ്റ്റാർട്ടിംഗ് ഡേറ്റ്. ഉള്ളിൽ നമുക്ക് ഫിഗർ കിട്ടും. ജസ്റ്റ് കൺട്രോൾ ഡി. നമുക്ക് റിസർച്ചിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് 16 പകരം 11 ആണ് നമ്മൾ ടൈപ്പ് ചെയ്തത്. ആ ഡേയ്സ് ആണ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓൾറെഡി കറക്റ്റ് ആയി. ഇനി നമുക്ക് റിലീസിന്റെ അവിടെ ജസ്റ്റ് ഒരു ദിവസം കൂടി ആഡ് ചെയ്യണം. 30 കൂടി ആഡ് ചെയ്യണം. കാരണം 0 വരുമ്പോൾ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇനി ചാർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ചാർട്ട് പറഞ്ഞാൽ ബാർ ചാർട്ടാണ്. ഇൻസെർട്ടിലെ ബാർ ചാർട്ടാണ്. ഈ ബാർ ചാർട്ടിൽ നമുക്ക് സെക്കൻഡ് സ്റ്റാക്ക് ചാർട്ട് എന്ന് പറയും. സ്റ്റാക്ക് ചാർട്ടാണ് എടുക്കേണ്ടത്. സ്റ്റാക്ക് ചാർട്ടിൽ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഈ ഡാറ്റ വന്നിട്ടുള്ളത് തെറ്റാണ്. സെലക്ട് ഡാറ്റയിൽ വരെ ചാർട്ട് ഡിലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ആഡിൽ വന്നിട്ട് സീരീസ് ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടാണ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ്. അത് കഴിഞ്ഞ് സ്റ്റാർട്ടിംഗ് വാല്യൂസിൽ വന്നിട്ട് ആ ഡേറ്റ് വാല്യൂസ് നമുക്ക് ജസ്റ്റ് ഡ്രാഗ് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ എഡിറ്റ് ഹൊറിസോണ്ടൽ കാറ്റഗറി സൈസിൽ 1 to 3 ആണ്. നമുക്ക് വേണ്ട ടാസ്ക് ആണ്. സോ അവിടെ സെലക്ട് ചെയ്യുക, ടാസ്ക് റേഞ്ച് സെലക്ട് ചെയ്യുക. നമുക്ക് കാണാം നമ്മുടെ ചാർട്ടിൽ ഓൾറെഡി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാറ്റഗറി സൈഡിൽ ടാസ്ക് വന്നിട്ട് അതുപോലെ ഡേറ്റിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡ്യൂറേഷൻ ആണ്. സോ ആഡിൽ വന്നിട്ട് ഡ്യൂറേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് അതിന്റെ സീരീസ് വാല്യൂ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ഓൾറെഡി ഗാണ്ട് ചാർട്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട പ്ലാനിങ് ഏറ്റവും മുകളിലേക്ക് വരുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ റിവേഴ്സൽ ഓർഡറിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് ആക്സസിൽ സെലക്ട് ചെയ്യുക. അവിടെ കാറ്റഗറൈസ് ഇൻ റിവേഴ്സ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റ് കാറ്റഗറി ആദ്യത്തെ ടാസ്ക് മുകളിലും ലാസ്റ്റ് ടാസ്ക് താഴെ വരും. ഇപ്പോൾ ഡേറ്റ് വൈസ് പറഞ്ഞാൽ നിങ്ങൾക്ക് നമുക്കൊരു ഇഷ്യൂ ആണ്. കാരണം ഡേറ്റ് 17th October ആണ്. നമ്മുടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 1st November ആണ്. സോ നമുക്ക് ആ ഡേറ്റ് കാറ്റഗറൈസ് നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഇതിന്റെ നമ്പർ ഫോർമാറ്റ് കണ്ടെത്തണം. ഇവിടെ ഡേറ്റ് ഫസ്റ്റ് ഡേറ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പറിൽ വന്നു കഴിഞ്ഞാൽ ജനറൽ വന്നു കഴിഞ്ഞാൽ 42,675 ആണ് നമ്മുടെ നമ്പർ. ഇതിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് ആക്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്സിസ് ഓപ്ഷനിൽ ഓട്ടോ ഫിക്സഡ് ഉണ്ട്. ഫിക്സഡ് ആയിട്ട് ഓൾറെഡി 42,000 എടുക്കുന്നതിന് ഈ ഡേറ്റ് കറക്റ്റ് ചെയ്യുക. 42,675 ആക്കി കഴിഞ്ഞാൽ അതുപോലെ എൻഡിങ് ഡേറ്റ് നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാം. എന്താണ് ഡേറ്റ് പറഞ്ഞാൽ ഡേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കിട്ടും. ഇപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം 1st November മുതലാണ് ചാർട്ട് സ്റ്റാർട്ട് ചെയ്തത്. എൻഡിങ് ഡേറ്റ് 1st December ആണ്. ഇത് നമുക്ക് മാനുവലി തന്നെ കറക്റ്റ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഇത് നമുക്ക് ഇവിടെ വേണ്ടത് ബ്ലൂ കളറിനെ റിമൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് നമുക്ക് ഡേറ്റിൻ്റെ ഓപ്ഷനിൽ ഫോർമാറ്റ് ഡാറ്റ സീരീസിൽ വന്ന് ഫിൽ ഓപ്ഷനിൽ നോ ഫിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിമൂവ്
ഇപ്പോൾ നമുക്ക് ചാർട്ടിൻ്റെ ഓരോ പ്രോസസ്സ് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര സമയം എടുക്കും? 4 days. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ഡാറ്റ ലേബിൾസ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഓരോ പ്രോസസ്സിൻ്റെയും ഓരോ ടാസ്കിൻ്റെയും എത്ര ഡ്യൂറേഷൻ വന്നിട്ടുണ്ടെന്ന് ഡീറ്റെയിൽ ചാർട്ടിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ലെങ്ത്തും സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും കിട്ടും. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഗാൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. പ്രത്യേകിച്ച് പ്രൊജക്ട് മാനേജ്മെൻറ്റ് റിലേറ്റഡുള്ള വർക്ക് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഇതിൽ നമുക്ക് ഒരുപാട് അഡ്വാൻസ് ലെവലും ചെയ്യാൻ സാധിക്കും. ഒരു ലെസണിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇതിലേപോലെ നമുക്ക് ചാർട്ടിൻ്റെ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാം. പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഇതേ ചാർട്ട് തന്നെ ഇതേപോലെ തന്നെ നമുക്ക് പവർ പോയിന്റിലും പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം പവർ പോയിന്റിൽ നമുക്ക് എക്സൽ ഓപ്ഷനിൽ ഇതേപോലെ തന്നെ ചെയ്യാൻ സാധിക്കും. ഗാൻ ചാർട്ട് ഫോർ പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൊടുക്കുക. ഓക്കെ. സോ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ, സീ യു.